ഒഴിഞ്ഞു കിടന്ന കളമെല്ലാം നിറഞ്ഞു. നിയമസഭയിലേക്ക് ഇനി തീപാറും പോരാട്ടം. കൂടുവിട്ട് കൂടുമാറിയവരും പോരറിയിച്ച് വിമതരായവരും ആവേശമേറ്റുന്നുണ്ട്. സീറ്റുണ്ടാകുമെന്ന് കാത്ത് ക്ഷീണിച്ചവരിലൂടെ അടിയൊഴുക്കുണ്ടാകുമോ? കോന്നിയിൽ എന്ത് സംഭവിച്ചാലും താൻ ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞ് ആദ്യമേ ഒഴിഞ്ഞ അടൂർ പ്രകാശ്. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഭൂരിഭാഗവും KC വേണുഗോപാൽ പക്ഷം കൊണ്ടുപോയതിൽ അവിടെ മുറുമുറുപ്പുണ്ട്. എന്തായാലും ഒറ്റക്കെട്ടായി മുന്നേറണമെന്ന ഹൈക്കമാൻഡ് നിർദ്ദേശം ഒരു താക്കീതാണ്. ഉള്ള അവസരം കളഞ്ഞു കുളിക്കരുതെന്ന വിലയേറിയ താക്കീത്. മത്സര ചിത്രം തെളിഞ്ഞു. സംസ്ഥാനം തെരഞ്ഞെടുപ്പ് ആവേശത്തിൽ. പ്രകടനമായി എത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച പ്രമുഖ സ്ഥാനാർത്ഥികൾ. തിരുവനന്തപുരത്തും കാസർഗോഡും താനൂരും വള്ളിക്കുന്നിലും സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച LDF. ഒറ്റപ്പാലത്ത് PK ശശി മത്സരിക്കുക. UDF പിന്തുണയിൽ സ്വതന്ത്രനായി. RJDയിലേക്ക് മടങ്ങി V സുരേന്ദ്രൻ പിള്ള. G സുധാകരൻ പാർട്ടിയുടെ ചങ്കിൽ കുത്തിയെന്നും കാണിച്ചത് രാഷ്ട്രീയ വഞ്ചനയെന്നും മന്ത്രി സജി ചെറിയാൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ പട്ടിക പ്രഖ്യാപിച്ച് BJP. തിരുവനന്തപുരത്ത് കരമന ജയൻ സ്ഥാനാർത്ഥി. കോൺഗ്രസ് വിട്ടെത്തിയ BS അനൂപ് ചിറയൻകീഴും RS അരുൺ രാജ ചടയമംഗലത്തും മത്സരിക്കും. നടൻ വിവേക് ഗോപൻ അരുവിക്കരയിൽ. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഭൂരിഭാഗവും KC വേണുഗോപാൽ പക്ഷം കൈയടക്കിയെന്ന നീരസത്തിൽ എതിർ ക്യാമ്പുകൾ. അനാവശ്യ വിവാദങ്ങളിൽ ഹൈക്കമാൻഡിന് കടുത്ത അതൃപ്തി. അവസരം കളയരുതെന്നും ഒറ്റക്കെട്ടായി മുന്നേറണമെന്നും നിർദ്ദേശം. കോന്നി മണ്ഡലത്തിൽ എന്ത് സംഭവിച്ചാലും തനിക്കതിൽ ഉത്തരവാദിത്തമില്ല എന്ന അടൂർ പ്രകാശ് MP. നിലപാട് ചെയ്യാത്ത കുറ്റത്തിന് നേരത്തെ പഴി കേൾക്കേണ്ടി വന്ന സാഹചര്യത്തിലെന്നും അമൃത TVയുടെ നോട്ട് ദ പോയിന്റിൽ. ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ബുധനാഴ്ച മുതൽ. വിഷു കണക്കിലെടുത്ത ഏപ്രിൽ മാസത്തെ പെൻഷൻ നേരത്തെ അനുവദിക്കും. പണം അനുവദിച്ച ഉത്തരവിറക്കിയിരുന്നു എന്ന സർക്കാർ. ഡോക്ടർ വന്ദനാദാസിനെ ഡ്യൂട്ടിക്കിടയിൽ കൊലപ്പെടുത്തിയ പ്രതി സന്ദീപിന് ജീവപര്യന്തം. കൊലപാതകത്തിന് ശിക്ഷ അനുഭവിക്കേണ്ടത് വിവിധ വകുപ്പുകളിൽ 30 വർഷത്തെ കഠിന തടവിന് ശേഷം 1 ലക്ഷം രൂപ പിഴയും ഒടുക്കണം. അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിച്ചില്ല. മേൽക്കോടതിയിൽ അപ്പീൽ പോകുമെന്ന് പ്രോസിക്യൂഷൻ. പോരാട്ടം തുടരുമെന്ന് കുടുംബം. വിധി നിരാശാജനകമെന്ന് IMA. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീപിടുത്തത്തിന് പിന്നാലെ രോഗികൾ മരിച്ചെന്ന ആരോപണം. പരാതിയുമായി ബന്ധുക്കൾ. മരിച്ചത് ഗുരുതരാവസ്ഥയിലായിരുന്ന രോഗികളെന്നും തീപിടുത്തവുമായി ബന്ധപ്പെടുത്താനുള്ള നീക്കം ദൗർഭാഗ്യകരമെന്നും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട്. മരണം സർക്കാർ മൂടിവെച്ചെന്ന് കോൺഗ്രസും BJP. ഇറാനിലെ നതാൻസിൽ ആണവ നിലയത്തിൽ വീണ്ടും ആക്രമണം. ആണവ വികിരണം ഉണ്ടായിട്ടില്ലെന്ന ഇറാൻ. US UK സൈനിക താവളമായ ഡീഗോ ഗാർഷ്യയിലേക്ക് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം. ഇറാൻ പ്രസിഡന്റുമായി ഫോണിൽ സംസാരിച്ച പ്രധാനമന്ത്രി. ഊർജ്ജ മേഖലകളിലെ ആക്രമണത്തെ അപലപിച്ചും കപ്പൽ പാതയിലെ സുരക്ഷ ഓർമ്മിപ്പിച്ചും നരേന്ദ്രമോദി. യുദ്ധം അവസാനിപ്പിക്കുന്നത് ആലോചനയിലെന്ന് ഡൊണാൾഡ് ട്രംപ്. ഗൾഫ് മേഖലയിൽ ആക്രമണം തുടർന്ന് ഇറാൻ. ISLൽ കേരള ബ്ലാസ്റ്റേഴ്സിന് 5ാം തോൽവി. പഞ്ചാബ് FCയുടെ ജയം 1-നെതിരെ 3 ഗോളുകൾക്ക്. ഒരു ജയം പോലുമില്ലാതെ ബ്ലാസ്റ്റേഴ്സ് 13ാം സ്ഥാനത്ത്. CSA ദക്ഷിണ കേരള മഹാ ഇടവകയ്ക്ക് പുതിയ ഇടയൻ. റവറൽ പ്രിൻസ്റ്റൺ ബെൻ പുതിയ ബിഷപ്പ്. ദൈവനിയോഗമെന്ന ബിഷപ്പ്. സ്ഥാനാരോഹണം തിരുവനന്തപുരം CSI MM കത്തീഡ്രലിൽ. സ്റ്റോറി ഓഫ് ദി ഡേ. വീടാകെ വർണ്ണങ്ങൾ തീർത്ത് ബൊഗെയിൻവില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അങ്കത്തെട്ട് ഒരുങ്ങിക്കഴിഞ്ഞു. BJP, LDF, UDF സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയായിട്ടുണ്ട്. അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമാകുകയാണ് സ്ഥാനാർത്ഥികൾ. തിരുവനന്തപുരം സെൻട്രലിൽ കരമന ജയനാണ് BJP സ്ഥാനാർത്ഥി. നടൻ കരമന സുധീറാണ് മണ്ഡലത്തിലെ LDF സ്വതന്ത്രൻ. ഒറ്റപ്പാലത്ത് PK ശശി UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കും. പക്ഷേ കൈപ്പത്തിക്ക് പകരം മറ്റൊരു ചിഹ്നത്തിൽ UDF സ്വതന്ത്രനായിട്ടാണ് മത്സരം. പത്രികാ സമർപ്പണത്തിന് ഒരു ദിവസം ശേഷിക്കെയാണ് സംസ്ഥാനത്ത് ഇടതു വലത് NDA മുന്നണികളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 140 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞത്. 3ാം ഘട്ടത്തിൽ 11 സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ച BJP തങ്ങളുടെ 97 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കി. തിരുവനന്തപുരം സെൻട്രലിൽ കരമന ജയനാണ് BJPയുടെ സ്ഥാനാർത്ഥി. കോൺഗ്രസ് വിട്ടുവന്ന RS അരുൺ രാജിനെ ചടയമംഗലത്തും BS അനൂപിനെ ചിറയൻകീഴിലും സ്ഥാനാർത്ഥിയാക്കി. തിരുവനന്തപുരത്ത് നടൻ കരമന സുധീർ ഉൾപ്പെടെ 4 മണ്ഡലങ്ങളിൽ കൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ LDFിലും എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളായി. കാസർഗോഡ് ഷാനവാസ് പാദൂർ, താനൂരിൽ മുഹമ്മദ് സമീർ, വള്ളിക്കുന്ന് TP മുസ്തഫ എന്നിവരെയാണ് LDF സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചത്. UDFിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ എതിർപ്പിനെ തുടർന്ന് ഒറ്റപ്പാലത്ത് CPM വിട്ട PK ശശിക്ക് കൈപ്പത്തി ചിഹ്നം നൽകിയില്ല. പകരം സ്വതന്ത്ര ചിഹ്നത്തിലായിരിക്കും ശശി ജനവിധി തേടുക. കോൺഗ്രസിൽ ചേരാൻ നേതൃത്വം ആവശ്യപ്പെട്ടെങ്കിലും PK ശശി വിസമ്മതിച്ചു. 140 മണ്ഡലങ്ങളിലും മുന്നണി സ്ഥാനാർത്ഥികളായതോടെ ഇനി ശേഷിക്കുന്ന 18 ദിനം സജീവ പ്രചാരണത്തിൻ്റെതാകും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വിവരങ്ങളുമായി രജിത് കുമാർ ഒപ്പം ചേരുകയാണ്. രജിത്ത്, സസ്പെൻസിന് വിട. തെരഞ്ഞെടുപ്പിന്റെ പൂർണ്ണ ചിത്രം എന്തായാലും തെളിഞ്ഞിരിക്കുകയാണ്. അതോടെ
പ്രചരണ ചൂടിലേക്ക് കടന്നിരിക്കുകയല്ലേ മുന്നണികളെല്ലാം? ശ്രീജ, സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ ഒരു പട്ടിക, സ്ഥാനാർത്ഥികളുടെ ചിത്രം തെളിഞ്ഞതോടുകൂടി തന്നെ എല്ലാവരും തന്നെ ഒരു പ്രചരണ ചൂടിലേക്ക് എത്തിയിട്ടുണ്ട് എന്നത് തന്നെയാണ്. 140 മണ്ഡലങ്ങളിലും 3 മുന്നണികളിലും ഇടത് വലത് NDA മുന്നണികളിലെ സ്ഥാനാർത്ഥികൾ ഇതിനോടകം തന്നെ ആയിരിക്കുന്നു. ഇന്ന് തന്നെ കൂടുതൽ സ്ഥാനാർത്ഥികൾ പത്രികാ സമർപ്പണം കൂടി നടത്തിയിട്ടുണ്ട്. നാളെ ഞായറാഴ്ചയാണ്, അവധിയാണ്. തിങ്കളാഴ്ച ഒരു ദിവസം കൂടി മാത്രമാണ് പത്രികാ സമർപ്പണത്തിന് അവശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ചയോടുകൂടി എല്ലാ സ്ഥാനാർത്ഥികളും പത്രിക സമർപ്പിച്ച് പ്രചരണ പരിപാടികൾ സജീവമാകും. ഇന്ന് തന്നെ എല്ലാ മുന്നണികളിലും സ്ഥാനാർത്ഥികൾ കൃത്യമായി തന്നെ പ്രഖ്യാപനം കൂടി കഴിഞ്ഞതോടെ എല്ലാവരും തന്നെ പ്രചരണ പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു. വാഹന പ്രചരണ ജാഥയിലേക്ക് സ്ഥാനാർത്ഥികൾ വളരെ വേഗത്തിലെത്തിയിരിക്കുന്നു എന്നതാണ്. ഇനി ആകെ 18 ദിവസം മാത്രമാണ് ഈ പ്രചരണത്തിന് മാത്രം അവശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ആളുകൾക്കിടയിലേക്ക് എത്തേണ്ടതുണ്ട്. അത്തരത്തിലൊരു പ്രചരണ പരിപാടികൾക്കാണ്, വളരെ വേഗത്തിലുള്ള ഒരു പ്രചരണ പരിപാടികൾക്കാണ് സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ നേതൃത്വം നൽകിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുധീർ കരമനയാണ്. തിരുവനന്തപുരം സെൻട്രൽ നോക്കുകയാണ്. സുധീർ കരമനയെ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ ഇറക്കിയിരിക്കുന്നു. അതേ സമയത്ത് തന്നെ BJP കരമന ജയനെയും സ്ഥാനാർത്ഥിയാക്കി രംഗത്തെത്തി. CP ജോണിനെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിച്ചുകൊണ്ട് പ്രചരണ പരിപാടികളിൽ 3 മുന്നണികളും ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ആ ഒരു കാര്യം അങ്ങനെ നിൽക്കുമ്പോൾ ഒറ്റപ്പാലത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് ഉണ്ടായിട്ടുള്ളത്. അത് UDFന് പ്രധാനമായും ഒറ്റപ്പാലത്ത് സ്ഥാനാർത്ഥികളില്ല. CPMൽ നിന്ന് വന്ന PK ശശിയാണ് അവിടെ സ്ഥാനാർത്ഥിയായി പിന്തുണയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ PK ശശിക്ക് കൈപ്പത്തി ചിഹ്നം നൽകുന്നതിന് എതിർപ്പ് വന്ന സാഹചര്യത്തിൽ കൈപ്പത്തി ചിഹ്നം നൽകേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം ഒരു സ്വതന്ത്ര ചിഹ്നത്തിൽ UDF സ്വതന്ത്രനായി മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ. എന്തുതന്നെയായാലും സംസ്ഥാനത്തുടനീളം സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലും 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ ലിസ്റ്റ് പ്രഖ്യാപിച്ച് അവർ പ്രചരണത്തിലേക്ക് സജീവമായി കഴിഞ്ഞു. ഇനിയുള്ള 18 ദിനം വളരെ സജീവമായ ഒരു പ്രചരണ പരിപാടികളുടേത് ആയിരിക്കും. തീർച്ചയായും രജിത്ത്, എന്തായാലും തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞതോടെ പ്രചരണ ചൂടിലേക്ക് കടന്നിരിക്കുകയാണ് മുന്നണികൾ. തിരുവനന്തപുരം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകാൻ നടത്തിയ നീക്കങ്ങൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് പോയതിനേക്കാൾ വേഗത്തിൽ തിരികെ പാർട്ടിയിലേക്ക് തന്നെ മടങ്ങിയെത്തിയിരിക്കുകയാണ് വി സുരേന്ദ്രൻപിള്ള. RJD സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച മുൻ മന്ത്രി വി സുരേന്ദ്രൻപിള്ള രാജി ഇന്ന് പിൻവലിച്ചു. പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയാംസ് കുമാർ ആവശ്യപ്പെട്ട പ്രകാരമാണ് തീരുമാനമെന്നും തൊഴിലാളി സംഘടനയായ ജനതാ ലേബർ യൂണിയന്റെ അധ്യക്ഷ പദവിയിൽ തുടരുമെന്നും അദ്ദേഹം വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. K സുധാകരനെ പുകഴ്ത്തിയും G സുധാകരനെ വിമർശിച്ചും സജി ചെറിയാൻ. K സുധാകരന്റെ രാഷ്ട്രീയ ധാർമ്മികത G സുധാകരനില്ല. G സുധാകരൻ പാർട്ടിയുടെ ചങ്കിൽ കുത്തി. പക്ഷേ K സുധാകരൻ ആ വഞ്ചന കാണിച്ചില്ല എന്നും അദ്ദേഹം പറയുന്നു. ചങ്കിൽ കുത്തിയവരെ കൂട്ടുപിടിച്ച് ജയിക്കാമെന്ന് കോൺഗ്രസ് കരുതേണ്ട എന്നും സജി ചെറിയാൻ പറഞ്ഞു. MLA ആക്കി, MP ആക്കി, മന്ത്രിയാക്കി, എല്ലാ സൗകര്യങ്ങളും പാർട്ടിക്ക് അതിന്റെ കെയർ ഓഫ് നൽകി. എല്ലാവരുടെയും മെക്കിട്ട് കയറാനുള്ള എല്ലാ അധികാരങ്ങളും ആ സ്രോതസ്സുകളൊക്കെ നൽകി. ഇങ്ങനെ വരുമ്പോൾ ഇടയ്ക്കിട്ട് ചതിക്കുകയല്ല പാർട്ടിയോട് ചെയ്യേണ്ടത്, പാർട്ടിയുടെ ചങ്കിൽ കുത്തരുത്. അതാണ് നമ്മുടെ നാട്ടിൽ കാണുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം 23 അതായത് തിങ്കളാഴ്ച. നാളെ ഞായറാഴ്ചയാണ്, അവധി ദിവസമാണ്. അവസാന ദിവസമായ തിങ്കളാഴ്ച മാത്രമാണ് പത്രിക സമർപ്പിക്കാൻ ഇനിയുള്ളത്. അതിനാൽ ഇന്ന് സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ സ്ഥാനാർത്ഥികളുടെ ഒഴുക്കായിരുന്നു. മന്ത്രിമാരും മുന്നണി നേതാക്കളുമൊക്കെ പ്രകടനത്തോടെ എത്തിയാണ് പത്രിക സമർപ്പിച്ചത്. തെക്കൻ കേരളവും തിരഞ്ഞെടുപ്പ് ചൂടിലാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഒരു പ്രവൃത്തി ദിനം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. വിവിധ ജില്ലകളിലെ സ്ഥാനാർത്ഥികൾ ഇന്ന് പ്രകടനവുമായി എത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. തിരുവനന്തപുരത്തെ BJPയുടെ A ക്ലാസ് മണ്ഡലമായ നേമത്തെ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ബുള്ളറ്റിൽ 50 ഓട്ടോകളുടെയും ബൈക്ക് റാലിയുടെയും ചെണ്ടമേളത്തിന്റെയും അകമ്പടിയോടെയാണ് പത്രിക സമർപ്പിക്കാൻ എത്തിയത്. രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മയും പത്രിക സമർപ്പണത്തിന് ഒപ്പമുണ്ടായിരുന്നു. നേമത്തിന്റെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു അവസരം കിട്ടിയാൽ അധ്വാനിക്കും. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എൻ്റെ 24 മണിക്കൂറും 365 ദിവസം എൻ്റെ ഒരു പരിശ്രമം ഉണ്ടാവും. നേമത്തെ LDF സ്ഥാനാർത്ഥിയായ മന്ത്രി വി ശിവൻകുട്ടി, വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥികളായ R ശ്രീലേഖ, VK പ്രശാന്ത്,
കെ മുരളീധരൻ എന്നിവരും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ചിറയൻകീഴിലെ LDF സ്ഥാനാർത്ഥി മനോജ് ഇടമന, UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്, കഴക്കൂട്ടത്തെ NDA സ്ഥാനാർത്ഥി V മുരളീധരൻ, കാട്ടാക്കടയിലെ NDA സ്ഥാനാർത്ഥി PK കൃഷ്ണദാസ്, വാമനപുരത്തെ LDF സ്ഥാനാർത്ഥി DK മുരളി തുടങ്ങിയവരും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കൊല്ലത്ത് ഇന്ന് 10 സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. UDF-ൽ 3 പേരും LDF-ൽ 5 പേരും BJP-യിൽ നിന്ന് 2 പേരുമാണ് പത്രിക നൽകിയത്. പത്തനാപുരത്തെ UDF സ്ഥാനാർത്ഥി ജ്യോതികുമാർ ചാമക്കാല, ചവറയിൽ ഷിബു ബേബി ജോൺ, കുണ്ടറയിൽ PC വിഷ്ണുനാഥ് എന്നിവർ പത്രിക നൽകി. കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ KN ബാലഗോപാൽ, പത്തനാപുരം KB ഗണേഷ് കുമാർ, ചടയമംഗലം J ചിഞ്ചുറാണി, കുന്നത്തൂർ കോവൂർ കുഞ്ഞുമോൻ, പുനലൂർ C അജയപ്രസാദ് എന്നിവർ പത്രിക നൽകി. BJP കൊല്ലം നിയോജക മണ്ഡലത്തിൽ ഡോക്ടർ N പ്രതാപ് കുമാറും ചാത്തന്നൂർ BB ഗോപകുമാറും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പത്തനംതിട്ട ജില്ലയിൽ 3 LDF സ്ഥാനാർത്ഥികളും 2 UDF സ്ഥാനാർത്ഥികളും 1 NDA സ്ഥാനാർത്ഥിയും നാമനിർദ്ദേശ പത്രിക നൽകി. കോന്നി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി KU ജനീഷ് കുമാർ, റാന്നിയിൽ പ്രമോദ് നാരായൺ, അടൂരിൽ പ്രിജി കണ്ണൻ, കോന്നി മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ, തിരുവല്ല മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി വർഗീസ് മാമൻ, തിരുവല്ലയിലെ NDA സ്ഥാനാർത്ഥി അനൂപ് ആന്റണി എന്നിവരാണ് പത്രികകൾ നൽകിയത്. ആറന്മുള മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി വീണ ജോർജും പത്രിക സമർപ്പിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മധ്യകേരളത്തിലും വിവിധ മുന്നണികളിലെ സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. മറ്റുള്ളവർ തിങ്കളാഴ്ച സമർപ്പിക്കും. അണികൾക്കൊപ്പം ജാഥയായി എത്തിയിട്ടായിരുന്നു പത്രിക സമർപ്പിച്ചത്. കളമശ്ശേരി മണ്ഡലം സ്ഥാനാർത്ഥി മന്ത്രി P രാജീവ് ഉൾപ്പെടെ LDF-ന്റെ 10 സ്ഥാനാർത്ഥികളാണ് ഇന്ന് പത്രിക സമർപ്പിച്ചത്. രാവിലെ 11 മണിയോടെ പ്രവർത്തകർക്കൊപ്പം തൃക്കാക്കര ജംഗ്ഷനിൽ നിന്നും പ്രകടനമായി കാക്കനാട് കളക്ടറേറ്റിലെത്തിയാണ് മന്ത്രി പത്രിക സമർപ്പിച്ചത്. കളമശ്ശേരി നിയമസഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ മണ്ഡലത്തിൽ ഉടനീളം പര്യടനം നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷം ജനങ്ങൾക്കൊപ്പം ഈ മണ്ഡലത്തിലാകെ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗം ആളുകളുടെ സ്നേഹം ലഭിച്ചിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. അവരുടെ എല്ലാം ആശീർവാദത്തോടു കൂടി തന്നെയാണ് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജനപ്രതിനിധി എന്ന നിലയിൽ എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് പിടിച്ചിട്ടുള്ള പ്രവർത്തന രീതി അത് നൽകുന്ന ആത്മവിശ്വാസത്തോടെയാണ് ഇത്തവണ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. തൃക്കാക്കരയിൽ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പുഷ്പദാസ്, തൃപ്പൂണിത്തുറയിൽ KN ഉണ്ണികൃഷ്ണൻ, ആലുവയിൽ AM ആരിഫ്, അങ്കമാലിയിലെ സാജു പോൾ, കൊച്ചിയിൽ LDF സ്ഥാനാർത്ഥി KJ മാക്സി, എറണാകുളത്ത് സാബു ജോർജ്, പറവൂരിൽ ടൈസൺ മാസ്റ്റർ, കുന്നത്തുനാട് പെരുമ്പാവൂർ മണ്ഡലങ്ങളിലെ ഇടത് സ്ഥാനാർത്ഥികളായ PV ശ്രീനിജൻ, ബേസിൽ പോൾ എന്നിവരും ഇന്ന് പത്രിക സമർപ്പിച്ചു. തൃപ്പൂണിത്തുറ മണ്ഡലം UDF സ്ഥാനാർത്ഥി ദീപക് ജോയ്, എറണാകുളത്തെ UDF സ്ഥാനാർത്ഥി TJ വിനോദും കൊച്ചിയിലെ സ്ഥാനാർത്ഥി മുഹമ്മദ് ഷിയാസും നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു. അങ്കമാലിയിൽ റോജി M ജോണും NDA സ്ഥാനാർത്ഥി പ്രോമി കുര്യാക്കോസും തഹസിൽദാർ ജയശ്രീ T മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത്. ആലുവയിൽ UDF-ന്റെ അൻവർ സാദത്ത്, NDA-യുടെ ബ്രഹ്മരാജ് എന്നിവരും പത്രികകൾ സമർപ്പിച്ചു. കോട്ടയം ജില്ലയിൽ മാണി C കാപ്പൻ, ഷോൺ ജോർജ് എന്നിവർ മീനച്ചിൽ തഹസിൽദാർ രഞ്ജിത്ത് ജോർജ് മുൻപാകെ പത്രിക സമർപ്പിച്ചു. കടുത്തുരുത്തിയിലെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് ജില്ലാ കളക്ടർ മുൻപാകെ പത്രിക സമർപ്പിച്ചു. പൂഞ്ഞാറിൽ NDA-യുടെ PC ജോർജ്, LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ, KM രാധാകൃഷ്ണൻ, കാഞ്ഞിരപ്പള്ളിയിൽ ഡോക്ടർ N ജയരാജ്, ജോർജ് കുര്യൻ എന്നിവരും പത്രിക സമർപ്പിച്ചു. തൃശൂർ ജില്ലയിൽ മന്ത്രി K രാജൻ, AC മൊയ്തീൻ, പത്മജ വേണുഗോപാൽ, KK വത്സരാജ്, ആലങ്കോട് ലീലാകൃഷ്ണൻ, രാജൻ പല്ലൻ തുടങ്ങിയ സ്ഥാനാർത്ഥികളാണ് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഇടുക്കി ജില്ലയിൽ പീരുമേട് മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി K സലീംകുമാർ, ഉടുമ്പൻചോലയിൽ KK ജയചന്ദ്രൻ, ഇടുക്കിയിൽ റോഷി അഗസ്റ്റിൻ, ദേവികുളത്തെ NDA സ്ഥാനാർത്ഥി S രാജേന്ദ്രൻ എന്നിവരും ഇന്ന് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു. മറ്റുള്ളവർ തിങ്കളാഴ്ച പത്രിക സമർപ്പിക്കും. വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃത ന്യൂസ്, കൊച്ചി. നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന്റെ മലബാറൻ കാഴ്ചകളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. കോഴിക്കോട് മന്ത്രി PA മുഹമ്മദ് റിയാസും മലപ്പുറത്ത് PK കുഞ്ഞാലിക്കുട്ടിയും മഞ്ചേശ്വരത്ത് K സുരേന്ദ്രനും പത്രിക സമർപ്പിച്ചു. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം 23 ഇന്നു മുതൽ സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു തുടങ്ങി. മഞ്ചേശ്വരത്ത് BJP സ്ഥാനാർത്ഥി K സുരേന്ദ്രൻ പത്രിക സമർപ്പിച്ചു. അപ്പോൾ ഈ പ്രദേശത്തെ സമ്പൂർണ്ണമായിട്ട് അവഗണിച്ചിരിക്കുകയാണ് LDF-ഉം UDF-ഉം. അതിനെതിരായിട്ടുള്ള ജനവിധിയായിരിക്കും ഇത്തവണ ഉണ്ടാവുക. അതേസമയം ബേപ്പൂർ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി മന്ത്രി PA മുഹമ്മദ് റിയാസും പേരാമ്പ്ര മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയും LDF കൺവീനറുമായ TP രാമകൃഷ്ണനും കോഴിക്കോട് പത്രിക സമർപ്പിച്ചു. നോമിനേഷൻ നൽകുന്ന ഈ നിമിഷം വരെ വോട്ടർമാരോട് വോട്ടഭ്യർത്ഥിച്ച അനുഭവം ആവേശകരമാണ്, ഏറെ കരുത്ത് നൽകുന്നതാണ്.
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ വൻ നേട്ടം കൈവരിക്കും. കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ ജയന്ത്, എലത്തൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി വിദ്യാ ബാലകൃഷ്ണൻ, ഇവരെ കൂടാതെ തിരുവമ്പാടി മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ലിൻഡോ ജോസഫ്, തിരുവമ്പാടി മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി CK കാസിം, കോഴിക്കോട് നോർത്ത് മണ്ഡലം LDF സ്ഥാനാർത്ഥി തോട്ടത്തിൽ രവീന്ദ്രൻ എന്നിവരും പത്രിക സമർപ്പിച്ചു. മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ്, T ദേവദാസ്, രാംദാസ് മണലേരി, M മോഹനൻ എന്നീ BJP സ്ഥാനാർത്ഥികളും കോഴിക്കോട് പത്രിക സമർപ്പിച്ചു. ഈ നഗരത്തിന്റെ വികസന മുരടിപ്പ് തന്നെയാണ് ജനങ്ങളിലേക്ക് ഞങ്ങൾ പകർന്നു നൽകുന്നതും ആ വികസന മുരടിപ്പിൽ നിന്നും ഒരു മോചനമാണ് NDAയിലൂടെ ഞങ്ങൾ മുൻപോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാടും. മലപ്പുറത്ത് PK കുഞ്ഞാലിക്കുട്ടി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഞങ്ങൾ അംഗം കുറിച്ച് കഴിഞ്ഞു. ഇവിടെ നോമിനേഷൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ അതാണല്ലോ. കുറഞ്ഞ ദിവസങ്ങൾക്കകം കേരളത്തിൻ്റെ ഭാവി അറിയാം. ജനങ്ങൾ ഒരു കൗണ്ട് ഡൗൺ ഈ ദിവസങ്ങൾ കഴിഞ്ഞാൽ കഴിഞ്ഞ 10 വർഷമായിട്ടുള്ള ദുരിതത്തിൽ നിന്ന് കരകയറും. തവനൂരിൽ LDFനായി KT ജലീലും UDFനായി VS ജോയിയും പത്രിക സമർപ്പിച്ചപ്പോൾ മങ്കടയിൽ ലീഗ് വിമതൻ കുന്നത്ത് മുഹമ്മദ് പത്രിക സമർപ്പിച്ചു. കൽപ്പറ്റ BJP സ്ഥാനാർത്ഥി പ്രശാന്ത് മലവയൽ, കൽപ്പറ്റയിലെ LDF സ്ഥാനാർത്ഥി PK അനിൽകുമാർ, ബത്തേരിയിലെ LDF സ്ഥാനാർത്ഥി MS വിശ്വനാഥൻ, ബത്തേരിയിലെ BJP സ്ഥാനാർത്ഥി AS കവിത എന്നിവരും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. അമൃത ന്യൂസ്, കോഴിക്കോട്. ഒന്നാം പിണറായി സർക്കാരിലെ മന്ത്രിയായ G സുധാകരൻ UDF പിന്തുണയോടെ LDFനെതിരെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന അമ്പലപ്പുഴ ശ്രദ്ധേയ മണ്ഡലങ്ങളിലൊന്നാണ്. തെരഞ്ഞെടുപ്പ് പോരിന് തുടക്കമിട്ട സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇടതുപക്ഷത്തിന്റെ ശക്തി വിളിച്ചോതി H സലാമിനൊപ്പം ആയിരങ്ങൾ അണിനിരുന്നപ്പോൾ സുധാകരനൊപ്പം മുദ്രാവാക്യം വിളികളുമായി കോൺഗ്രസ് പ്രവർത്തകരും ആവേശം നിറച്ചു. പുന്നപ്പറ വയലാർ രക്തസാക്ഷി മണ്ഡപത്തിലും വലിയ ചുടുകാട്ടിലെ ബലികുടീരത്തിലും VS അച്യുതാനന്ദൻ സ്മൃതി മണ്ഡപത്തിലും നടന്ന പുഷ്പാർച്ചനയ്ക്ക് ശേഷമാണ് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി H സലാം നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനായി എത്തിയത്. EMS സ്റ്റേഡിയത്തിന് സമീപത്ത് നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ ആയിരക്കണക്കിന് പ്രവർത്തകർ അണിനിരന്നു. മണ്ഡലത്തിലെ ഇടതുപക്ഷ ശക്തി വിളിച്ചോതുന്നതായിരുന്നു പ്രകടനം. ആലപ്പുഴ കളക്ടറേറ്റിൽ ഡെപ്യൂട്ടി കളക്ടർ മോബി ജെയ്ക്ക് മുമ്പാകെയാണ് സലാം പത്രിക സമർപ്പിച്ചത്. പിന്നാലെ പാർട്ടി വിട്ട് മറുചേരിയിൽ ചാടിയ മണ്ഡലത്തിലെ UDF പിന്തുണയുള്ള ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥി G സുധാകരനും പത്രികാ സമർപ്പണത്തിനായി എത്തി. LDFനെ അപേക്ഷിച്ച് പ്രവർത്തകരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായിരുന്നുവെങ്കിലും ആവേശത്തോടെയാണ് UDF പ്രവർത്തകർ സുധാകരനൊപ്പം അണിനിരന്നത്. ആലപ്പുഴ നഗരസഭയ്ക്ക് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ വികസന നായകന് അഭിവാദ്യങ്ങൾ എന്ന മുദ്രാവാക്യ വിളികളുമായാണ് പ്രവർത്തകർ സുധാകരനൊപ്പം ചേർന്നത്. പത്രികാ സമർപ്പണത്തിന് ശേഷം തിരികെ മടങ്ങവേ ഡെപ്യൂട്ടി കളക്ടറുടെ ഓഫീസിന് സമീപം H സലാമും G സുധാകരനും നേർക്കുനേരെത്തിയത് ആകസ്മികമായി. രാഷ്ട്രീയ പോര് മുറുകുമ്പോഴും സുധാകരന് കൈകൊടുത്താണ് സലാം മടങ്ങിയത്. മുന്നണികൾ മണ്ഡലത്തിൽ പരസ്യപ്പോരിനിറങ്ങിയതോടെ ഇനി അമ്പലപ്പുഴയിൽ രാഷ്ട്രീയ പോരാട്ടം കനക്കുമെന്ന് ഉറപ്പാണ്. പിണറായി വിജയന് മൂന്നാം ഊഴം വിഫലമാണ് എന്ന് പറഞ്ഞ സുധാകരനൊപ്പം സർക്കാരിനെതിരെ പ്രചാരണവുമായി UDF രംഗത്തെത്തുമ്പോൾ പ്രവർത്തകരെ അണിനിരത്തി പ്രതിരോധം തീർക്കാനാകും LDF ശ്രമം. അമൃത ന്യൂസ്, ആലപ്പുഴ. ഒറ്റയ്ക്കും നോമിനികൾക്കൊക്കെയും വേണ്ടി സീറ്റിനായി കാത്തിരുന്നവർ ഒരുപാടുണ്ട് കോൺഗ്രസിൽ. പ്രഖ്യാപനം വന്നപ്പോൾ സ്ഥാനാർത്ഥി പട്ടികയിൽ ഭൂരിഭാഗവും KC വേണുഗോപാൽ പക്ഷത്തിന്. ആ അതൃപ്തി അങ്ങനെ പുകയുന്നുണ്ട്. ഭരണം കിട്ടിയാൽ MLA-മാരിലൂടെ കരുനീക്കത്തിന് തയ്യാറെടുക്കുകയാണ് നേതാക്കൾ. ഉമ്മൻചാണ്ടിയുടെ മരണശേഷം സംസ്ഥാനത്തെ കോൺഗ്രസിൽ മാറിമറിഞ്ഞ ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ മറ്റൊരു തലത്തിലെത്തുന്ന കാഴ്ചയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണാനാകുന്നത്. പണ്ടേ പിടിമുറുക്കിയ KC വേണുഗോപാൽ പക്ഷം കൂടുതൽ ശക്തമായി എന്നതിന് അടിവരയിടുകയാണ് ഈ സ്ഥാനാർത്ഥി പട്ടിക. 95 മണ്ഡലങ്ങളിലാണ് കോൺഗ്രസ് ഇക്കുറി മത്സരിക്കുന്നത്. ഇതിൽ 92 സീറ്റിലും കൈപ്പത്തി ചിഹ്നത്തിലാണ് സ്ഥാനാർത്ഥികൾ ഇറങ്ങുന്നത്. ഈ പട്ടികയിൽ ബഹുഭൂരിഭാഗവും KC പക്ഷമാണ് പിടിമുറുക്കിയിരിക്കുന്നത്. രമേശ് ചെന്നിത്തലയുടെയും VD സതീശന്റെയും നോമിനികൾ എണ്ണത്തിൽ കുറവാണ്. ഭൂരിഭാഗം ജില്ലയിലും സ്ഥാനാർത്ഥികൾ ഏറെയും KCയുടെ നോമിനികളും. തൃശൂരിൽ 5-ലധികം നിയോജക മണ്ഡലങ്ങൾ KC പക്ഷം സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ മാത്രമാണ് കുറവ്. കൊച്ചി മണ്ഡലത്തിനായി KC വേണുഗോപാലിന്റെ നോമിനിയായ ദീപ്തി മേരി വർഗീസും സതീശന്റെ നോമിനിയായ മുഹമ്മദ് ഷിയാസും അവസാനം വരെയും പോരാടിയിരുന്നു. ഒടുവിൽ സീറ്റ് DCC അധ്യക്ഷനായ മുഹമ്മദ് ഷിയാസിന് തന്നെ ലഭിച്ചു. UDF ഭരണത്തിൽ വരുന്ന സാഹചര്യമുണ്ടായാൽ MLA-മാരിലൂടെ കരുനീക്കം നടത്താനാണ് നേതാക്കന്മാർ ശ്രമിക്കുന്നത്. അതേസമയം ഇപ്പോൾ അതൃപ്തിയും വിയോജിപ്പും പരസ്യമാക്കാതെ ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് നേതൃത്വം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പിൽ കോന്നി മണ്ഡലത്തിൽ എന്ത് സംഭവിച്ചാലും
തനിക്ക് അതിൽ ഉത്തരവാദിത്തമുണ്ടാകില്ല എന്ന് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് MP. ചെയ്യാത്ത തെറ്റിന് പഴി കേൾക്കേണ്ടി വന്ന മുൻകാല അനുഭവമാണ് തന്നെക്കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോന്നി സീറ്റിനായി താൻ പിടിവാശി കാണിച്ചു എന്ന വാർത്ത മാധ്യമ സൃഷ്ടി മാത്രമാണെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. UDFന് അധികാരം കിട്ടിയാൽ മുഖ്യമന്ത്രി ആരാകണമെന്ന് AICC നേതൃത്വം തീരുമാനിക്കും. പല മണ്ഡലങ്ങളിലും CPM BJP ധാരണയായെന്നും അടൂർ പ്രകാശ് ആരോപിച്ചു. അമൃത TVയുടെ നോട്ട് പോയിന്റിൽ സംസാരിക്കവെയാണ് UDF കൺവീനർ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. കോൺഗ്രസിലെ സീറ്റ് നിർണയവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന ചർച്ചകളിൽ എന്താണ് സംഭവിച്ചതെന്ന് തുറന്നു പറയുകയായിരുന്നു അടൂർ പ്രകാശ് MP. കോന്നിയിൽ താൻ മത്സരിക്കണം എന്നത് മണ്ഡലത്തിലെ ജനങ്ങളുടെ ആഗ്രഹമായിരുന്നു. അക്കാര്യം നേതൃത്വത്തെ അറിയിച്ചിരുന്നുവെന്നും MPമാർ മത്സരിക്കേണ്ടതില്ലെന്നാണ് പൊതു തീരുമാനം എന്നറിയിച്ചതോടെ അത് അംഗീകരിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കോന്നി സീറ്റിനായി താൻ പിടിവാശി കാട്ടിയെന്ന വാർത്ത മാധ്യമ സൃഷ്ടി മാത്രമായിരുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കോന്നിയിലെ ജനങ്ങൾ എന്നെ എല്ലാ ദിവസവും വിളിക്കുകയാണ്, അങ്ങ് ഇവിടെ വരണം. ഈ തെരഞ്ഞെടുപ്പിൽ അടൂർ പ്രകാശ് തന്നെ തിരികെ വരണം എന്ന് എന്നെ വിളിക്കുന്ന ജാതിക്കും മതത്തിനും അതീതമായി പല ആളുകളും എന്നെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ തന്നെ മടങ്ങി വരണം. മടങ്ങി വന്നാൽ ഈ സീറ്റ് നിങ്ങൾക്ക് പിടിച്ചെടുക്കാൻ പറ്റും. തെരഞ്ഞെടുപ്പിൽ കോന്നി മണ്ഡലത്തിൽ എന്ത് സംഭവിച്ചാലും തനിക്കതിൽ ഉത്തരവാദിത്വമുണ്ടാകില്ലെന്ന് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മുമ്പ് കോന്നി ഉപതെരഞ്ഞെടുപ്പിൽ ചെയ്യാത്ത തെറ്റിന് പഴി കേൾക്കേണ്ടി വന്ന അനുഭവമാണ് തന്നെക്കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചതെന്നും അടൂർ പ്രകാശ് തുറന്നു പറഞ്ഞു. ഈ വാക്ക് പറഞ്ഞില്ല എന്ന് ഞാൻ പറയുന്നില്ല. അത് പറയാനുള്ള കാരണം ഇതാണ്. എൻ്റെ മനസ്സിൽ കിടക്കുന്നത്, എന്നെ ഈ ബൈ ഇലക്ഷൻ വന്ന സമയത്ത് ഞാൻ പറഞ്ഞ ഒരാളിനെ നിർത്താതെ പുതിയ ആളിനെ നിർത്തി പരാജയപ്പെട്ടപ്പോൾ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം അടൂർ പ്രകാശിൻ്റെ മണ്ടയ്ക്കാക്കി. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടി വോട്ട് തേടുന്ന പതിവ് കോൺഗ്രസിനില്ലെന്നും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ AICC നേതൃത്വം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും UDF കൺവീനർ വ്യക്തമാക്കി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഒരു തീരുമാനമെടുക്കും. അതിന് ചില ചട്ടക്കൂടുകളുണ്ട്. അവരെടുക്കുന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ആരായിരിക്കണം മുഖ്യമന്ത്രി. അത് ഇന്ന ആളിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ന മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ അവരായിരിക്കും മുഖ്യമന്ത്രി എന്ന് പറയാൻ ഞങ്ങൾക്ക് പറ്റില്ല. തെരഞ്ഞെടുപ്പിൽ UDF 100-ലേറെ സീറ്റുകൾ നേടുമെന്ന കൺവീനർ എന്ന നിലയിൽ തനിക്ക് ഉറപ്പുണ്ടെന്ന് അടൂർ പ്രകാശ് പറഞ്ഞു. UDFനെ തോൽപ്പിക്കാൻ CPMഉം BJPയും തമ്മിൽ ധാരണയിലെത്തിയിട്ടുണ്ടെന്നും UDF കൺവീനർ ആരോപിച്ചു. കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ UDFും LDFും തമ്മിലാണ് പോരാട്ടം നടത്തുന്നത്. പക്ഷേ ആ പോരാട്ടത്തിൽ UDFനെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി LDF രഹസ്യധാരണയിലൂടെ BJPയുമായി കൈകോർക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ അനാവശ്യ വിവാദങ്ങളിലും പ്രശ്നങ്ങളിലും കടുത്ത അതൃപ്തി അറിയിക്കുകയാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം. അവസരം കളയരുതെന്നും ഒരു ടീമായി പ്രവർത്തിക്കണമെന്നും സംസ്ഥാന നേതൃത്വത്തിന് താക്കീതും നൽകി. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കൂടുതൽ ദേശീയ നേതാക്കൾ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിലേക്ക് പ്രചരണത്തിലേക്ക് എത്തുന്നുണ്ട്. അതിനു മുൻപായിട്ടാണ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം. കണ്ണൂരിൽ K. സുധാകരന്റെ സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനവും പിന്നീടുണ്ടായ ചർച്ചകളും ഉൾപ്പെടെ സ്ഥാനാർത്ഥി നിർണയത്തിലെ പൊട്ടിത്തെറികളിൽ കടുത്ത അതൃപ്തിയാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം അറിയിച്ചത്. പാർട്ടിക്കുള്ളിൽ പ്രശ്നങ്ങളുണ്ടെന്ന ചിന്ത ജനങ്ങൾക്കിടയിൽ വ്യാപകമായി. കഴിഞ്ഞ 10 വർഷം പ്രതിപക്ഷത്തിരുന്ന് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം നേടാനുള്ള അവസരം കളയരുതെന്നും ടീം ചേർന്ന് പ്രവർത്തിക്കാനും സംസ്ഥാന നേതൃത്വത്തിന് നിർദ്ദേശം നൽകി. പ്രചരണത്തിൽ ശ്രദ്ധ നൽകാനും സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പരസ്യ പ്രതികരണങ്ങൾ ഇനി ഒഴിവാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കൂടുതൽ ദേശീയ നേതാക്കൾ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ പ്രചരണത്തിനെത്തുന്നതിന് മുൻപായാണ് സംസ്ഥാന നേതൃത്വത്തോട് ടീമായി പ്രവർത്തിക്കാൻ ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷവും നേതാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം പ്രകടമായ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഹൈക്കമാൻഡിന്റെ ഇടപെടൽ. നിലവിൽ KC വേണുഗോപാലുമായി ചേർന്നു നിൽക്കുന്ന നേതാക്കളായിരുന്നു സ്ഥാനാർത്ഥി പട്ടികയിൽ കൂടുതൽ ഇടം പിടിച്ചത്. ജോസഫ് വാഴക്കൻ, ബാബു പ്രസാദ്, N. സുബ്രഹ്മണ്യം തുടങ്ങി രമേശ് ചെന്നിത്തലയുടെ വിശ്വസ്തരിൽ പലരെയും അവസാന നിമിഷം ഒഴിവാക്കിയതിലും നേതാക്കൾക്കിടയിൽ അതൃപ്തിയുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ക്ഷേമ പെൻഷൻ നേരത്തെ നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് സർക്കാർ. മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലെ ക്ഷേമ പെൻഷൻ ഉടൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കും. മാർച്ച് മാസത്തെ പെൻഷൻ ഈ മാസം 25-നും ഏപ്രിൽ മാസത്തേത് 1-ാം തീയതി നൽകാനുമാണ് തീരുമാനം.
കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് പെൻഷൻ എത്തിക്കാനാണ് സർക്കാർ നീക്കം. വിഷു പ്രമാണിച്ചാണ് ഏപ്രിൽ മാസത്തെ പെൻഷൻ കൂടി നേരത്തെ നൽകുന്നതെന്നാണ് സർക്കാർ പറയുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പെരുമാറ്റച്ചട്ട ലംഘനമാണ് വിഷയമെന്ന ചർച്ചകൾ വരാതിരിക്കാൻ സർക്കാർ വ്യക്തത വരുത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ പെൻഷനുള്ള പണം അനുവദിച്ച് ഉത്തരവായിട്ടുണ്ട് എന്ന് സർക്കാർ പറയുന്നു. പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കാൻ കഴിയില്ലെങ്കിലും നിലവിലുള്ള ക്ഷേമ പദ്ധതികളുടെ ഭാഗമായ പെൻഷൻ വിതരണം തടസ്സമില്ലാതെ തുടരാൻ സർക്കാരിന് സാധിക്കും. 62 ലക്ഷം പേർക്കാണ് 2000 രൂപ വീതം പെൻഷൻ ലഭിക്കുക. 26,62,000 പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുകയെത്തും. മറ്റുള്ളവർക്ക് പെൻഷൻ വീടുകളിൽ നേരിട്ടെത്തിക്കും. ക്ഷേമനിധി അംഗങ്ങൾക്കുള്ള ക്ഷേമ പെൻഷൻ അതാത് ബോർഡുകൾ വഴിയും വിതരണം ചെയ്യും. പെൻഷൻ വാങ്ങുന്ന വോട്ടർമാരെ സ്വാധീനിക്കാൻ ഈ വിതരണം സഹായിക്കുമെന്ന് ഭരണമുന്നണിയും ഇതൊന്നും വോട്ടായി മാറില്ല എന്നാണ് പ്രതിപക്ഷവും വിശ്വസിക്കുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത TV. ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ പ്രതി സന്ദീപിന് വധശിക്ഷയില്ല. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചത് ജീവപര്യന്തം. 1 ലക്ഷം രൂപ പിഴയും പ്രതി അടയ്ക്കണം. കേസ് അപൂർവങ്ങളിൽ അപൂർവമായി പരിഗണിക്കണമെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി തള്ളുകയായിരുന്നു. പ്രതിക്ക് വധശിക്ഷ ലഭിക്കാൻ മേൽക്കോടതിയെ സമീപിക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ് വന്ദനയുടെ മാതാപിതാക്കൾ. കോളിളക്കം സൃഷ്ടിച്ച വന്ദനാദാസ് കൊലക്കേസിൽ ചുമത്തിയ പ്രധാന വകുപ്പായ കൊലക്കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചു. ഗൂഢാലോചനയും മുൻവൈരാഗ്യവുമില്ലാത്ത കേസ് അപൂർവങ്ങളിൽ അപൂർവമായി കാണാൻ കഴിയില്ലെന്നായിരുന്നു കോടതി നിരീക്ഷണം. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 302, 307, 326, 324, 323, 341, 201 എന്നീ വകുപ്പുകൾ പ്രകാരവും ആശുപത്രി സംരക്ഷണ നിയമത്തിലെ 3, 4 വകുപ്പുകൾ പ്രകാരവുമുള്ള കുറ്റകൃത്യവും പ്രതി ചെയ്തതായി തെളിഞ്ഞു. 33 വർഷം വിവിധ കുറ്റങ്ങൾ പ്രകാരം തടവ് ശിക്ഷ വിധിച്ചെങ്കിലും വിചാരണ കാലയളവിലെ 3 വർഷം കുറയും. ജീവപര്യന്തം ശിക്ഷയ്ക്കൊപ്പം 1 ലക്ഷം രൂപ പിഴയും ഒടുക്കണം. എന്നാൽ വിധിയിൽ ആശ്വാസമുണ്ടെങ്കിലും തന്റെ മകൾ അനുഭവിച്ച വേദന പ്രതി അറിയണമെന്നും വധശിക്ഷയ്ക്കായി മേൽക്കോടതിയെ സമീപിക്കുമെന്നും വന്ദനയുടെ മാതാപിതാക്കൾ പ്രതികരിച്ചു. പ്രതിയിൽ നമുക്ക് ആശ്വാസമുണ്ട്. കാരണം അപൂർവങ്ങളിൽ അപൂർവമായിട്ട് ഒരു കേസായിട്ട് ഇതിനെ കാണാത്ത ഒരു സാഹചര്യത്തിൽ നമ്മൾ അതിൻ്റെ ഉയർന്ന ശിക്ഷയ്ക്ക് വേണ്ടി മേൽക്കോടതിയിലേക്ക് ഞങ്ങൾ പ്രോസിക്യൂട്ടറോട് ആലോചിച്ചിട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ഈ വിധി കുറച്ച് ആശ്വാസം തന്നെയാണ്. ഇനി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ടീമും ആയിട്ട് ആലോചിച്ചതിന് ശേഷം അടുത്തെന്താണ് ചെയ്യേണ്ടതെന്ന് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നതനുസരിച്ച് ചെയ്യും. മനോനില തെറ്റിയ ആളെന്ന് വരുത്തി തീർത്ത പ്രതി സന്ദീപ് കേസിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നെങ്കിലും ശാസ്ത്രീയ തെളിവുകളും ഡിജിറ്റൽ തെളിവുകളും നിരത്തി പ്രോസിക്യൂഷൻ ശക്തമായി വാദിച്ചു. കേസ് അപൂർവങ്ങളിൽ അപൂർവമായി പരിഗണിക്കണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. അപ്പീല് ഈ കേസിലെ പ്രതിക്ക് കോടതി ഉത്തരവിട്ടിരിക്കുന്ന ശിക്ഷ ശരി പോരാ എന്നുള്ള ഒരു ചിന്താഗതിയുടെ അടിസ്ഥാനത്തിൽ ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നുള്ള ഒരു അപ്പീൽ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യാൻ വേണ്ടി പ്രോസിക്യൂഷൻ റെക്കമെൻഡേഷൻ കൊടുക്കുന്നതാണ്. 2023 മെയ് 10 കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ ഹൗസ് സർജനായിരുന്ന ഡോക്ടർ വന്ദനാദാസിനെ സർജിക്കൽ കത്രിക ഉപയോഗിച്ച് സന്ദീപ് കുത്തിക്കൊലപ്പെടുത്തിയത്. ഗവൺമെന്റ് ആശുപത്രിയിൽ ഡ്യൂട്ടിക്കിടെ രോഗിയുടെ ആക്രമണത്തിൽ വനിതാ ഡോക്ടർ കൊല്ലപ്പെടുന്നത് ആദ്യ സംഭവമായിരുന്നു. കൊല്ലം ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി MM ജോസാണ് കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ 70-ലേറെ സാക്ഷിമൊഴികളും 30-ൽ പരം തൊണ്ടിമുതലുകളും 200-ൽ പരം രേഖകളും ഹാജരാക്കിയിരുന്നു. അമൃത ന്യൂസ്, കൊല്ലം. ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ പ്രതി സന്ദീപിന് നൽകിയ ജീവപര്യന്തം ശിക്ഷാവിധി നിരാശാജനകമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പ്രതികരിച്ചു. ഡോക്ടർമാരെയും ആശുപത്രി ജീവനക്കാരെയും സംരക്ഷിക്കുന്നതിന് പാസാക്കിയ ആശുപത്രി സംരക്ഷണ നിയമം കൂടുതൽ ശക്തമാക്കണമെന്നും വിധിയുടെ പശ്ചാത്തലത്തിൽ ആശുപത്രികളെ സംരക്ഷിത മേഖലകളായി പ്രഖ്യാപിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും IMA പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മൾട്ടി സ്പെഷ്യാലിറ്റി യൂണിറ്റിൽ 5 രോഗികൾ മരിച്ചത് തീപിടുത്തത്തിന് പിന്നാലെ എന്നാരോപിക്കുകയാണ് ബന്ധുക്കൾ. അഗ്നിബാധയെ തുടർന്ന് രോഗികളെ മാറ്റുന്നതിനിടെ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ നീക്കിയത് മരണകാരണമായി എന്ന ആരോപണവുമായി നെയ്യാറ്റിൻകര സ്വദേശി സനീഷിന്റെ ബന്ധുക്കൾ രംഗത്തെത്തി. ഇതിനു പിന്നാലെ കൂടുതൽ പേർ ആരോപണവുമായി എത്തുകയാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സർജിക്കൽ ICUവിലെ വെന്റിലേറ്ററിൽ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അഗ്നിബാധയുണ്ടായത്. ഉടൻ തന്നെ ചികിത്സയിലുണ്ടായിരുന്ന രോഗികളെ ഒഴിപ്പിച്ചിരുന്നു. രോഗികൾക്കൊന്നും ചെറിയ പൊള്ളൽ പോലും ഉണ്ടായിട്ടില്ല എന്നും എല്ലാവരും സുരക്ഷിതരാണെന്നുമായിരുന്നു ആശുപത്രി അധികൃതരുടെ വിശദീകരണം. എന്നാൽ തൊട്ടടുത്ത മണിക്കൂറുകളിൽ 5 പേരുടെ മരണം സംഭവിച്ചിരുന്നു. ബൈക്കിൽ നിന്ന് വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന നെയ്യാറ്റിൻകര സ്വദേശി 38-കാരൻ സനീഷ്
ഓട്ടോ ഇടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ആയൂർ സ്വദേശി കൃഷ്ണൻകുട്ടി, കാർ ഓട്ടോയിൽ ഇടിച്ച് പരിക്കേറ്റ ഓട്ടോ ഡ്രൈവർ അബ്ദുൾ റഹീം, വാഹനാപകടത്തിൽ പരിക്കേറ്റ ചിറയൻകീഴ് സ്വദേശി ഓമനാമ്മ, ബാലരാമപുരം സ്വദേശി ശ്രീധരൻ എന്നിവരാണ് മരിച്ചത്. അപകടശേഷം സനീഷിന്റെ ആരോഗ്യനില മെച്ചപ്പെടുകയും കഞ്ഞി കുടിച്ചു തുടങ്ങിയിരുന്നതായും ബന്ധുക്കൾ പറഞ്ഞു. തീപിടിച്ച വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്ന സനീഷിന് തീപിടുത്തത്തിന് ശേഷം നില വഷളായെന്നും രക്ഷപ്പെടില്ലെന്നും ആശുപത്രി അധികൃതർ അറിയിക്കുകയായിരുന്നു. ബുധനാഴ്ച മരണം സ്ഥിരീകരിച്ചു. രാവിലെ വിളിച്ചിട്ട് പറഞ്ഞ് ആളിന് ഇത്തിരി ക്രിട്ടിക്കലാണ്, നിങ്ങൾക്ക് അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കാൻ പറഞ്ഞു. അപ്പോൾ അവനും ആകെ വിഷമിച്ച് അവിടെ എന്നിട്ട് പറഞ്ഞ് BP ആകെ താന്ന്, പിന്നെ ബ്രീത്തിങ് ഭയങ്കര ഇതായി എന്ന് പറഞ്ഞ് BP ഒരു മരുന്നിന് എഴുതി കൊടുത്ത് വാങ്ങിക്കൊണ്ടൊക്കെ കൊടുത്ത്. പക്ഷേ ഒന്നും അറിയാൻ പാടില്ല. അവസാനം വൈകിട്ട് രാത്രിയോടടുത്ത് അവൻ്റെ എത്തായെന്നറിയിച്ച് അങ്ങനെ നമ്മളാകെ ഇതായി. പക്ഷേ അവനിത് സംഭവിക്കേണ്ട ഒരു കാരണവും അപ്പോഴില്ല. പക്ഷേ ഈ തീപിടുത്തം മൂലമാണ് അവനിത് സംഭവിച്ചത്. മരിച്ച കൃഷ്ണൻകുട്ടിയുടെ ബന്ധുക്കളും സമാന അനുഭവം വിവരിക്കുകയാണ്. തീപിടുത്തത്തെ തുടർന്ന് രോഗികളെ മാറ്റുന്നതിനിടയിൽ സംഭവിച്ച അപാകതയാകാം മരണകാരണമെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. എന്നാൽ മരണങ്ങൾ രഹസ്യമാക്കി വെച്ച ആശുപത്രി അധികൃതർ മരിച്ചവരെല്ലാം ഗുരുതരാവസ്ഥയിലായിരുന്നു എന്നാണ് ഇപ്പോൾ വിശദീകരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. എന്നാൽ ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞ 5 രോഗികൾ മരിച്ച സംഭവം ICUവിലെ തീപിടുത്തവുമായി ബന്ധപ്പെടുത്താനുള്ള നീക്കം ദൗർഭാഗ്യകരമെന്നാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും ആശുപത്രി സൂപ്രണ്ടും പ്രതികരിച്ചത്. തീപിടുത്തത്തിന്റെ പാർശ്വഫലങ്ങൾ കൊണ്ടല്ല മരണമെന്നും ICU മാറ്റിയതുകൊണ്ടല്ലെന്നും ബന്ധപ്പെട്ട ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിലും ഇതിന്റെ സൂചനകളില്ല. മരണം സംബന്ധിച്ച ഒരു പരാതിയും ലഭിച്ചിട്ടില്ല. ലഭിച്ചാൽ നിയമപരമായി പരിശോധിക്കുമെന്നും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും സൂപ്രണ്ടും അറിയിച്ചു. സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് മുൻപ് വെന്റിലേറ്ററിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ മോർച്ചറിയിലായിരിക്കുകയാണെന്ന് പ്രതിപക്ഷം. നിരാലംബരായ 5 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടും സർക്കാർ അന്വേഷണം പ്രഖ്യാപിക്കുന്നില്ല എന്ന് പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ആരോപിച്ചു. ഇവിടെ ഗവൺമെന്റ് ഇല്ലെന്ന് എനിക്കറിയാം. നമ്മുടെ ആരോഗ്യവകുപ്പ് നേരത്തെ വെന്റിലേറ്ററിലാണെങ്കിൽ ഇപ്പോൾ മോർച്ചറിയിലാണ്. മോർച്ചറി കിടക്കുന്ന ആരോഗ്യവകുപ്പിനെ പറ്റി എന്ത് പറയാനാണ്? ഇതിനെപ്പറ്റി ഒരു അന്വേഷണം പ്രഖ്യാപിക്കാൻ എന്തുകൊണ്ട് ഗവൺമെന്റ് തയ്യാറാകുന്നില്ല? പക്ഷെ ഗൗരവതരമായ അന്വേഷണം നടത്തണം. മരിച്ചുപോയവരുടെ ബന്ധുക്കൾ പരാതി പറഞ്ഞിരിക്കുകയാണ്. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. നമ്മളത് പറയുമ്പോൾ ജനങ്ങൾ പറയാണ് വെന്റിലേറ്ററിലല്ല മോർച്ചറിയിലാണെന്ന് പറയാണ്. അതേ സ്ഥിതിയിൽ ആരോഗ്യ കേരളത്തെ മാറ്റി